ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു, അവിടുത്തെ ഫുഡ് നല്ലതാണ്, പിന്നെ അവിടെ തന്നെ പോകും. ആ സ്വാദ് നാക്കിൽ പിടിച്ചാൽ പോവില്ല. റെസ്റ്റോറൻറ്റിൽ അങ്ങനെയില്ല. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ചൂടായിട്ട് കിട്ടി തീർന്നു. അവൻ ഇനി നാളെ അവിടെ വരണമെന്നില്ല, കഴിക്കണമെന്നുമില്ല. അടുത്ത അവൻ പുതിയത് അന്വേഷിച്ചു പോകും. റെസ്റ്റോറൻറ്റിലെ വ്യത്യാസം. കാറ്ററിങ്ങിൽ അങ്ങനെ വരില്ല. ഒരാളൊരു കല്യാണം ഏൽപ്പിച്ചാൽ അടുത്ത ആളുടെ കല്യാണം അവർ ചെയ്താൽ മതി, ആ ഒരു തോന്നൽ ഉണ്ടാവും. 4000 തൊട്ട് 5000 ലിറ്ററുകൾ വരെയാണ്. അതായത് ഒരു പായസം തന്നെയാണെങ്കിൽ 4000-5000 ലിറ്റർ വരും. അങ്ങനെ ഒരു 3 വെറൈറ്റി വരുമ്പോൾ തന്നെ ഒരു 10-12,000 ലിറ്ററായി. അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അച്ഛൻ ലിറ്റർ കണക്കിനാണ് പറയുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും 7000 ലിറ്റർ സാമ്പാർ, 5000 കിലോ അവിയൽ, 5000 കിലോ കൂട്ടുകറി, ഇങ്ങനെയുള്ള ഒരു കണക്കാണ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് അച്ഛൻ. നല്ലൊരു ഷർട്ടും മുണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഇത് അതിന് ഫൈനാൻഷ്യലായിട്ടും ബാക്ക് സപ്പോർട്ടാണ് വൈഫ് തന്നെയാണ്. ആ സമയത്ത് ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ട് പോലും ഞാനത് തട്ടിത്തെറിപ്പിച്ച് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇനീഷ്യൽ സ്ട്രഗിളും പേടിയുമല്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ എന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല വൈറ്റ് കോളർ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ളൊരു ചിന്തയെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അച്ഛൻ ഉണ്ടാവോ എന്നുള്ള അച്ഛൻ്റെ ബിസിനസ് കൊണ്ടുപോകണം എന്ന് ചിലപ്പോൾ മനസ്സിലാഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് വൈറ്റ് കോളർ ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൾക്കാർ 10 രൂപ കൂടുതൽ തന്നിട്ടാണെങ്കിലും നല്ല ഫുഡ് മേടിക്കാനാണ്, ക്വാളിറ്റിയുള്ള ഫുഡ് ചൂസ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഓൾമോസ്റ്റ് ഒരു 50% ആൾക്കാർ നമ്മുടെ പായസം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്തായാലും. എക്സ്പോർട്ടിലേക്ക് നമ്മൾ ഉടനെ തന്നെ പോകുമ്പോഴത്തേക്കും മിനിമം നമ്മുടെ ഒരു ഇനീഷ്യൽ ഹയറിംഗ് തന്നെ ഒരു 300 to 400 അല്ലെങ്കിൽ ഒരു 400 to 600 എംപ്ലോയീസ് ആയിരിക്കും ഇനീഷ്യൽ ഹയറിംഗ്. വിത്തിൻ 6 months അത് നേരെ ചിലപ്പോൾ ഹയറിംഗ് പോണത് 2000 to 3000 എംപ്ലോയീസിനെ ആയിരിക്കും അപ്പോൾ തന്നെ നമ്മൾ ഹയർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോഴും വീടുകളിൽ കൊണ്ട് കൊടുക്കണമെന്ന് ഡെലിവറി ചാർജ് വാങ്ങിക്കാറില്ല. വിത്തൗട്ട് ബ്രാൻഡിങ് ദർ ഇസ് നോ ബിസിനസ്, ടു ബി ഓണസ്റ്റ്. ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ എത്ര ദൂരം വേണേലും പോകുന്നവരായിരിക്കും നമ്മളിൽ പലരും, അല്ലേ? എന്നാൽ രുചിയോടൊപ്പം 50 വർഷത്തെ വിശ്വാസ്യത കൂടി ആ ഭക്ഷണത്തിനുണ്ടെങ്കിലോ? അത്തരം ഒരു ഭക്ഷണ പാരമ്പര്യത്തിന്റെ 5 പതിറ്റാണ്ടിന്റെ ചരിത്രവും ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ഇതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാമെന്നും നിങ്ങൾക്കറിയണോ? എന്നാൽ ധനം ബിസിനസ് കഫേ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത്തരം ഒരു ബ്രാൻഡിന്റെ സാരഥികളെയാണ്. 5 പതിറ്റാണ്ട് കാലം ഒരു ബിസിനസ്സിൽ സാരഥിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാലയളവല്ല. അപ്പം ഇപ്പൊ ഇത്രയും സസ്റ്റെയിൻ ചെയ്ത് വന്നു എങ്കിൽ പോലും ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതാണ് എന്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കി ആദ്യമായിട്ട് എടുത്തു വെച്ച ആ ഒരു മൊമെന്റ്, അത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? അന്ന് ബിസിനസ് എന്നുള്ള ഇതിലല്ല, അത് പാരമ്പര്യമായിട്ട് അച്ഛൻ, മുത്തച്ഛൻ, ഇളയച്ഛൻ എല്ലാവരും രാജകുടുംബത്തിന് വേണ്ടി ഭക്ഷണം റെഡിയാക്കാൻ വന്ന മുത്തച്ഛനൊക്കെ വന്നതാണ്. മുത്തച്ഛൻ്റെ ഫാമിലി അവരെ പിന്തുടർച്ചയായിട്ട് അച്ഛനും ഇളയച്ഛനൊക്കെ അതിനകത്ത്, ഇളയച്ചന്മാരും എല്ലാവരും അതിനകത്തായി. അതിൻ്റെ ഒരു ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊരു 10 വയസ്സിലൊക്കെ ശരിക്കും സദ്യ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതിനുള്ള ഇത് ഒരു 13 വയസ്സിലൊക്കെ സദ്യക്ക് വിളമ്പാനും കഷ്ണം നുറുക്കാനും പായസത്തിനൊക്കെ അന്ന് അട ഉണ്ടാക്കുകയില്ല. അപ്പോൾ അട ഉണ്ടാക്കൽ അതിന് സഹായിക്കൽ, അങ്ങനെയാണ് ആ ജോലിയിൽ അങ്ങനെ കൂടുന്നത്. പിന്നെ മെയിൻ കുക്കുകളുടെ ഇളയച്ചനൊക്കെ ആയിരുന്നു അന്ന്, അവരൊക്കെ അസിസ്റ്റൻ്റായിട്ട് അവർക്ക് സഹായത്തിനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ പിന്നെ അത് 10ാം ക്ലാസ് കഴിഞ്ഞു, അച്ഛൻ മരിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അച്ഛൻ മരിച്ചു. പിന്നെ അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയി. പിന്നെ അച്ഛനൊരു ഇതുണ്ടായിരുന്നു, മകനും ഇതിനകത്ത് വരാൻ പാടില്ല എന്നുള്ളൊരു അന്നത്തെ കൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ അച്ഛനറിയാതെ നമ്മളത് ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ അച്ഛൻ ടാറ്റ കമ്പനിയിൽ കുക്കായിരുന്നു. അച്ഛൻ മരിച്ചതിൻ്റെ ഇതിൽ 18ാം വയസ്സിൽ എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു. അത് ഞാൻ ഒരു 18 വർഷത്തോളം കമ്പനിയിൽ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നു. അത് പാരലായിട്ട് പുറത്തുള്ള വർക്കുകൾക്കും പോയിക്കൊണ്ടിരുന്നു. അതിന് ചുപ്പാണിസ്വാമിയാണ് എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്, ഞങ്ങളുടെ ഒരു ഗുരുവായിട്ട്. അത് ഏതാണ്ട് ഒരു 90-ൻ്റെ അടുത്താണ് കാറ്ററിങ്ങിൻ്റെ കൊണ്ടുകൊടുക്കലിൻ്റെ ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുകൊടുക്കലുണ്ടായിരുന്നു. മറ്റേതെല്ലാം അവിടെ വീടുകളിൽ പോയി ചെയ്യലില്ലേ. അച്ഛൻ ഇഷ്ടമല്ലാതിരുന്നിട്ടാണ് സാറ് എന്നിട്ടും ഇതിലേക്ക് മുന്നോട്ട് വന്നു. അപ്പം മകൻ ഇത്രയും വലിയൊരു ലെഗസി ഏറ്റെടുക്കാൻ പോവാണ്. അപ്പം സാറിന് ഇതിലെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എങ്ങനെയായിരുന്നു മകന്റെ ഒരു വരവിനെ നോക്കിക്കാണും? അല്ല, അത് ഞാൻ സ്കൂളിൽ പഠിക്കാൻ ചേർക്കണ കാലത്ത് തന്നെ പറഞ്ഞു, അവനിപ്പോൾ ഏത് വലിയ ഉദ്യോഗത്തിലിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് ഇതിലേക്ക് വരും, അന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തി
മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും അന്ന് ധാരണ ഉണ്ടായിരുന്നില്ല. 50 വർഷത്തെ പാരമ്പര്യമാണ് കയ്യിലോട്ട് കിട്ടിയിരിക്കുന്നത്. ഷോൾഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രഷർ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ അറ്റ് പ്രസന്റ് എങ്ങനെയാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി നോക്കി കാണുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അച്ഛൻ എന്താണോ ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവരുടെ പാത പിന്തുടരുകയാണ്. ലൈക്ക് കാരണവന്മാർ എന്താണോ അവർ ചെയ്തു വന്നിരിക്കുന്നത് സെയിം ഒരു ഇത് തന്നെയാണ് ഞാനും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ പഠിച്ച് ഒരു മെത്തേഡിൽ ഒരു ചേഞ്ചും വരുത്താണ്ടാണ് നമ്മൾ കിച്ചണിലും അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇത് മാമിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനൊരു പ്രോപ്പർ ബ്രാൻഡിങ്ങിന് ഏറ്റവും വലിയൊരു റോൾ വഹിച്ച ഒരാള് മാം ആണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? എങ്ങനെയാണ് ഇതിലൊരു സുഹൃതം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിലേക്ക് ലാൻഡ് ചെയ്തത്? സുഹൃത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാജു എന്നാണ് വീട്ടിലും എല്ലായിടത്തും വിളിക്കുന്നത്. പക്ഷെ ശരിക്കും പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. മോളുടെ പേര് കൃപ, മോൻ്റെ പേര് ഗൗതം. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ആദ്യത്തെ അക്ഷരം സു, കൃപയുടെ കൃ, തം, ഗൗതത്തിൻ്റെ തം. അങ്ങനെയാണ് നമ്മളത് ഇതാക്കിയിട്ട് സുഹൃതം തന്നെ പേരിട്ടാണ്. ആ 3 ചേർന്നുകൊണ്ട് നമ്മളൊരു സുഹൃതത്തിലേക്ക് തന്നെ ഒന്നിരിക്കുക. ഈ അമ്മ എന്ന് പറയുന്ന ഒരു റോള് തന്നെ ഓൾമോസ്റ്റ് ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഉള്ള റോളാണ് ഒരു ഫാമിലിയിൽ അമ്മ എന്ന് പറയുമ്പോൾ. ഇപ്പൊ ബിസിനസിലെ കാര്യത്തിൽ നോക്കുമ്പോഴും മാം ഒരു മെയിൻ പാർട്ടാണ്. ഏറ്റവും ടഫസ്റ്റ് എന്താണ്, ചാലഞ്ച് ചെയ്യുന്നത്? ബിസിനസ് തന്നെയാണ്. എന്തൊക്കെയാണ് ചാലഞ്ചസ് ഫേസ് ചെയ്തുള്ളത്? ഇനിഷ്യൽ ഡേയ്സിൽ നമുക്ക് പറയാം, നമുക്ക് ഇപ്പം വുമൺ ഓൺട്രപ്രണിയേഴ്സ് ഒക്കെ കുറെ മുന്നോട്ട് വരുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ വുമൺ ഓൺട്രപ്രണിയർ എന്ന് പറയുന്ന ഒരു ടേം ഒന്നും അന്ന് ഉണ്ടാവും പോലെ എനിക്കറിയില്ല മാം തുടങ്ങുന്ന ഒരു സമയത്ത്. അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെയായിരുന്നു ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ് ബിസിനസ് തുടങ്ങുമ്പോൾ? ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് കസ്റ്റമർ എല്ലാവരെയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊണ്ടുവരണം, അതാണ് മെയിൻ. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും അവരെ നമ്മളൊന്ന് സംസാരിക്കുക. ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കുമ്പോൾ നല്ലത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവുക. അതുവരെ നമ്മളൊരു ടെൻഷനായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് പണ്ടൊക്കെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡ്, ബ്രാഹ്മിൻ കല്യാണമാണെങ്കിൽ ഒരു 3 ദിവസത്തേക്ക് വീട്ടിലേക്ക് ഫുഡ് വേണമെന്ന് പറയും. ഫുഡ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് ഇന്ന ദിവസം 4 ബ്രേക്ക്ഫാസ്റ്റ് വേണം. ആ കല്യാണ പയ്യന്റെ വീട് പെണ്ണ് ആൾക്കാരായിരിക്കുമല്ലോ നമ്മളെ ഏൽപ്പിക്കുക. ആ കല്യാണ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഇത്ര ഫുഡ് വേണം, അവരുടെ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ അവർക്ക് മണ്ഡപത്തിലേക്ക് ഫുഡ് എത്തിക്കണം. മണ്ഡപം 2 ദിവസം കിട്ടുള്ളായിരിക്കും. പക്ഷെ അപ്പോൾ നമുക്ക് ആ 2 ദിവസത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കി ആ 2 പേർക്കാണെങ്കിലും 10 പേർക്കാണെങ്കിലും ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ കൊടുക്കും. അവർക്ക് കൊടുത്ത് അവര് അത് ഹാപ്പിയാവും. അങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ അതില്. അതൊന്നല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ തുടങ്ങി അതൊരു ഞങ്ങൾക്ക് ഒരാൾക്കാണെങ്കിലും വീട്ടിൽ എത്തിച്ചു തരുമോ ഫുഡ് എന്ന് ആ കല്യാണ പാർട്ടിയിൽ ഒരു 3-4 പേരാണെങ്കിലും നമ്മുടെ അടുത്ത് സിറ്റിയിലുള്ളവർ നമ്മുടെ അടുത്ത് പറയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ 1, 2 എന്നുള്ളതെങ്കിൽ നമ്മൾ തുടങ്ങി. അവിടെ വെച്ച് തന്നെ തുടങ്ങി പതുക്കെ ആയിട്ട് ഇപ്പോൾ 3500 കസ്റ്റമറോളം നമുക്ക് അതിന് കൂടുതലേ ഉള്ളൂ. മിക്ക ദിവസങ്ങളിലും നമ്മൾ ഡെയിലി ഫുഡ് ഒരാൾക്കായാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സുഹൃത്തിന് മാത്രമായിട്ട് അപ്പോൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. മറ്റ് ഡെലിവറീസ് സ്വിഗ്ഗി സൊമാറ്റോയിലും സ്വിഗ്ഗി സൊമാറ്റോയിലും ഉണ്ട്. പിന്നെ അത്യാവശ്യം വേറെ വല്ല കസ്റ്റമർ പാർട്ടി, കല്യാണ പാർട്ടി അവരുടെ വീട്ടിലേക്ക് ഇത്ര ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അത് അവർ ഫോണിൽ വിളിച്ചു പറയും. നമ്മൾ അത് എഴുതി എന്താന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ കൊടുക്കാറുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛന്റെ അച്ഛന് അത്ര വലിയ താല്പര്യം ഇല്ലാതിരുന്നിട്ടും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് യു? ഗൗതം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ താല്പര്യം ഉണ്ടായിരുന്നു, അതോ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനിൽ നിന്നപ്പോ ഇങ്ങോട്ട്? പഠിച്ചുകൊണ്ടിരുന്ന സമയത്തില് എന്നല്ല, ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇത് തന്നെയാണ് കണ്ടു വളർന്നേക്കണത്. ഞങ്ങളുടെ ബ്ലഡിലുള്ളതാണോ എന്താണെന്ന് അറിയില്ല. ഞാനത് റിയലൈസ് ചെയ്യണത് ഒരു 20 വയസ്സായപ്പോഴായിരുന്നു. ഞാനൊരു ബികോമിന്റെ കോവിഡിന്റെ ടൈമൊക്കെ വന്നപ്പോഴത്തേക്കും തന്നെ കംപ്ലീറ്റ്ലി അതിന് മുന്നേ നമ്മൾ വരുമായിരുന്നു. കിച്ചണിൽ കയറി ഒന്നും ചെയ്യില്ലായിരുന്നു. അന്ന് പുറത്തു പോയി വളമ്പാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്യാൻ, വല്ല ഓർഡർ എടുക്കാനോ ഓർഡർ പ്ലേ എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചു വരുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഒരു കോവിഡിൻ്റെ ആ ടൈമിലായപ്പോഴാണ് അച്ഛൻ ചെയ്യണത് അതേ കണ്ട് അച്ഛൻ, പിന്നെ ഞാനത് രാവിലെ പോയി അങ്ങനെ ഓരോ അച്ഛൻ്റെ കൂടെ നിന്ന് ഓരോ പ്രോസസ്സും പഠിച്ചെടുക്കാനുള്ള താല്പര്യം തുടങ്ങിയത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് കണ്ടപ്പോൾ പിന്നെയും എനിക്കത് നാളെയും പോയി കാണണം എന്നുള്ളതായി. പിന്നെ അത് നിരന്തരം ഇങ്ങനെ ആയി ഇപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കി ഒരാൾ കഴിച്ചു, അതായത് അച്ഛൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ആദ്യമായിട്ട്? അത് അച്ഛനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും. അച്ഛൻ പറയും എന്താണ് മകൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഫുഡ് എന്താണ് ഓർമ്മയുണ്ടോ? അല്ല, മകനല്ല, ഒരുമാതിരി പാചകത്തിന് വരുന്നവരെ ആദ്യം ആരും ഉപ്പുമുളകൊന്നും ഇടിക്കാറില്ല. ബാക്കി
സഹായങ്ങൾ ചെയ്യാൻ, സ്വന്തമായിട്ട് അവൻ ചെയ്യാൻ പായസം വെക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അതിനെ ചേരുവകൾ ചേർത്ത് കൊടുത്ത് അതിനെ ഫിനിഷ് ചെയ്യാനായിട്ട് പറയും. അതിപ്പോൾ മകനോടൊന്നല്ല, കൂടുതലുള്ള സഹപ്രവർത്തകരോടും അങ്ങനെ തന്നെയാണ്. നമ്മളതിൻ്റെ ചേരുവകൾ ചേർത്ത് റെഡിയാക്കുക എന്നല്ലാണ്ട് അതിൻ്റെ പാകവും പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇപ്പോൾ. അത് കാരണം നമ്മൾക്ക് നമ്മുടെ സഹപ്രവർത്തകർക്കും മക്കൾക്കും നമ്മളോടൊന്നും വിരോധം തോന്നുന്നത്, നമ്മൾ ദേഷ്യപ്പെടാറോ അങ്ങനെ ചെയ്തത് തെറ്റ് കണ്ടാൽ പറയും അത് ഉപയോഗിക്കാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. ഇപ്പൊ പാഷന്റെ പുറത്ത് മാത്രം ജോലി ഉണ്ടായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് സാർ. പക്ഷെ മാമിന്റെ കയ്യിലേക്ക് വരുമ്പോഴാണ് ഇത് പ്രോപ്പർ ഒരു ബ്രാൻഡിങ് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എന്താണ് സുഹൃത്തത്തിന്റെ ഒരു തുടങ്ങാനുള്ള ഒരു റീസൺ എന്താണ്? വാട്ട് ഇസ് ബാക്ക് സ്റ്റോറി? തുടങ്ങാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പിള്ളേരായി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ അത് മുന്നോട്ട് പോകും, നമുക്ക് അത്രയ്ക്ക് ചെറിയ ചെറിയ കല്യാണങ്ങളും ഇതും ആയിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എത്തുംപിടിയും കിട്ടില്ലാത്തൊരു ഇതായിരുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. തൃപ്പൂണിത്തുറയിൽ താമസമുള്ളപ്പോഴാണ് നമ്മൾ ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വെച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ വീട്ടിൽ വെച്ചൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ 10 25 പേർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ഓരോന്ന് തുടങ്ങിയ പിന്നെ കല്യാണങ്ങളും കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ 4 ദിവസം 5 ദിവസം വീട്ടിൽ പോലും ഉണ്ടാവാറില്ല. പിള്ളേരും ഞാനും മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ അന്നെന്ന് പറയുമ്പോഴത്തേക്കും പുറത്ത് പണിക്ക് പോവുക, കമ്പനിയിൽ വർക്ക് ചെയ്യുക, പുറത്ത് പണിക്ക് പോവുക, വീട്ടിൽ വരവ് കുറവാണ്. ഫുൾ ടൈം ഈ ജോലി എന്ന് മാത്രം കൊണ്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് രാജു. ഒരു എറണാകുളത്ത് വരാൻ തന്നെ നമ്മൾ കാരണം തൃപ്പൂണിത്തുറയാണ്. ഞങ്ങൾ ബേസിക്കലി തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് ഞങ്ങളുടെ വീടുകൾ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് തൃപ്പൂണിത്തുറ തന്നെയാണ്. എറണാകുളം കല്യാൺ സിൽക്കിന്റെ ഒരു സ്റ്റാഫിന്റെ ക്യാൻറ്റീൻ 500-600 പേര് പെർ ഡേ ഒരു 4 ടൈം 5 ടൈം നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോഴും പിള്ളേര് ചെറുതായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴും രാത്രി 9 മണി 10 മണിയൊക്കെയാണോ, പിള്ളേർക്ക് ഞങ്ങളെ കാണാൻ പറ്റാതെ ആവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു 2005 ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറ്റിയത് തന്നെ ഈ ഒരു ഇതുകൊണ്ട് മാത്രം. പെൻസിലാർ ഹോണ്ടയിലെ വർക്കുകൾ നമ്മൾ ഏറ്റെടുത്തു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്തു. അതൊക്കെ മാനേജ് ചെയ്ത് പോണമല്ലോ, എല്ലാം കൂടി നടക്കുവോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് 18 വർഷത്തെ സർവീസ് ആയിരുന്നു ടാറ്റ ഓയിൽ മിൽസിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും അതിൽ VRS എടുത്തിട്ടാണ് ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ. നമ്മൾ തന്നെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് മാത്രമായിരുന്നുള്ളൂ ഫുള്ള് ആദ്യമൊക്കെ. പിന്നെ മക്കളും എല്ലാവരും വന്ന പിന്നെയാണ് കുറച്ച് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയി. ഞങ്ങൾ എല്ലാവരും ഇല്ല, ഞങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയിൽ അവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രേക്ക് ത്രൂ മൂമെന്റ് ഏതായിരുന്നു? സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു മൂമെന്റ് ഏതായിരുന്നു? ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് വന്നുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓരോ സുഹൃതം ഇത് വന്ന് തുടങ്ങിയ പിന്നെ ഓരോന്നോരോന്ന് പടി വെച്ച് കയറി നല്ല ബുദ്ധിമുട്ടുകളോടുകൂടി ഞങ്ങൾ വന്നതാണ്. അത്രയും കഷ്ടപ്പെട്ട് ഇല്ലേ. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണം കഴിക്കാൻ പറ്റുമോ, എനിക്ക് ഇത്രയും കടമുണ്ട്, കൂടെ വരാൻ പറ്റുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പ്രപ്പോസൽ അപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. അതൊരു വലിയ ചാലഞ്ച് അല്ലേ? അതെ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഹാപ്പി. ആസ് എ വൈഫ് എന്ന രീതിയിൽ സാർ എന്താ പറയാനുള്ളത്? അതെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമായിരുന്നു. സീറോ, വെറും ബിഗ് സീറോ. അതിൽ നിന്ന് ഇപ്പൊ ഒരു നല്ലൊരു ഷർട്ടും മുണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഇത് അതിന് ഫിനാൻഷ്യലായിട്ടും ബാക്ക് സപ്പോർട്ടാണ് വൈഫ് തന്നെയാണ്. ബിസിനസ്സായിട്ട് വന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ജീവിക്കാനുള്ളത്, ഇതങ്ങനെയല്ല, സ്ഥായിയായിട്ടുള്ളത്. പിള്ളേരൊക്കെ നല്ല വിദ്യാഭ്യാസമാണ്. അവൾ ബയോടെക്നോളജി പാസ്സായതാണ്, മകൻ MBA പാസ്സായതാണ്. അവരൊക്കെ ആ സമയത്ത് ഇപ്പം സ്വന്തമായിട്ട് ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. എല്ലാവർക്കും നല്ലൊരു ജോലി വരെ ഉണ്ടായിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 2 മക്കളും മരുമകനും നല്ല ജോലി ഉണ്ടായിരുന്നു. അവരെല്ലാവരും അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ഇത്. പിന്നെ ലാസ്റ്റിൽ മോനെ നീ 2 വർഷമെങ്കിലും പുറത്തു പോയി ഒന്ന് ജോലി ചെയ്തൂടെ എന്ന് പറഞ്ഞപ്പോ ഇല്ല അമ്മ ഞാൻ പോവില്ല, ഞാൻ ഇതിൽ തന്നെ ഞാൻ നിൽക്കുള്ളൂ. ഒരു വാശിയിലായിരുന്നു ആള്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാനൊരു MNCയിൽ നല്ലൊരു കമ്പനി MNCയിൽ ഞാൻ പ്ലേസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ട് പോലും ഞാൻ അത് തട്ടിത്തെറിപ്പിച്ച് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇനീഷ്യൽ സ്ട്രഗിളും പേടിയും അല്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ എന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് നീ ചെയ്യണ ശരിയല്ല,
നല്ലൊരു MNC ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അത് തട്ടിത്തെറിപ്പിക്കുക, അത് ഞാൻ ഭയങ്കര അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു അത്. ആ കാരണം എന്നെ ആരും സമ്മതിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെന്താന്ന് പറയുമ്പോ നമ്മുടെ കുട്ടികള് നല്ല വൈറ്റ് കോളർ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ള ഒരു ചിന്തയെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അച്ഛൻ ഉണ്ടാവോ എന്നുള്ള അച്ഛന്റെ ബിസിനസ് കൊണ്ടുപോകണം എന്ന് ചിലപ്പോൾ മനസ്സിലാഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് വൈറ്റ് കോളർ ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോവില്ല അമ്മ, ഞാൻ ഇവിടെ തരാം മറ്റേ ലെറ്റർ കൊടുത്തു കഴിഞ്ഞ പിന്നെയാണ് ലാസ്റ്റിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഞാനത് വേണ്ടാന്ന് ഞാൻ വെച്ചു വിട്ടോ എന്ന് പറഞ്ഞു. റിയാക്ഷൻ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. പിന്നെ പുഷ് ചെയ്തിട്ടില്ല. ഇല്ല, പിന്നെ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പോ രണ്ടുപേരും ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് പോലെയാണ് മുന്നിലുള്ളത് ഗൗതമിന്. അപ്പം ഈ പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ട്രഡീഷണൽ വേ എങ്ങനെ തുടങ്ങി ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങുന്ന ഒരു ബുക്കും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഒരു മോസ്റ്റ് മോഡേൺ വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരാൾക്ക് ഒരു കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് നല്ല ഡിറ്റർമിനേഷൻ വേണം, പാഷൻ വേണം, പാഷനേറ്റ് ആയിരിക്കണം ആള്. ഇതിനകത്ത് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഒരു സാധാരണ ഒരു ബിസിനസ് മുന്നിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ടാസ്ക്കാണ്. അത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാവില്ല. അത് അയാൾ അനുഭവിച്ച് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഡിഫിക്കൽട്ടിയുടെ ഡെപ്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക നമുക്ക്. ഇപ്പോ ഇവർ ഈ പറയുന്ന കാര്യത്തിനൊക്കെ വേറൊരു ഫേസ് ആണ് സാറ് കണ്ട് അല്ലെങ്കിൽ ശീലിച്ചിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ് അല്ലെങ്കിൽ ഒരു കാറ്ററിംഗിന്റെ കാര്യം സാർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഉള്ളൊരു ഒരു ഒരു ഡേയിലുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? എവിടെ തൊട്ട് എങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രം ദ പ്രിപ്പറേഷൻ ടു ദ സെർവിങ് എങ്ങനെയായിരുന്നു ആ ഒരു പ്രൊസീജിയർ? ഇല്ല, അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ. വിറക് റോട്ടി കിടക്കും. ആ വിറക് ചുവന്ന അടുക്കളയിൽ കൊണ്ടുവരണം. അടുപ്പ് കല്ല് കൂട്ടി വേണം അടുപ്പ് കത്തിക്കാൻ. വെള്ളം കോരേണ്ടി വരും. ഞാനൊക്കെ അന്നത്തെ കാലം ഏതാണ്ട് 75-ലൊക്കെ 3 രൂപയ്ക്ക് വെള്ളം കോരാൻ പോയിട്ടുണ്ട്. 3 രൂപയെ കിട്ടുള്ളൂ. 3 രൂപയ്ക്ക് അന്ന് ഒരാൾക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമേ. അതിനുവേണ്ടി വെള്ളം കോരിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു 2000 ലിറ്ററൊക്കെ വെള്ളം കിണറ്റിൽ നിന്ന് കോരണം. അതൊരു ഭയങ്കര ടാസ്ക്കായിരുന്നു. അന്നൊക്കെ അത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതൊരു ആസ്വാദനമായിപ്പോയി. അതിന് സഹപ്രവർത്തകരും ഒക്കെ ഇരുന്നിട്ട് അത് പിന്നെ നാളികേരം ചരണ്ടൽ ഒക്കെ എല്ലാം മാനുവലായിരുന്നു. ഇപ്പം കുറേ ടെക്നോളജി വന്നു. കഷ്ണം നുറുക്കാനും തേങ്ങ എന്താനും അരയ്ക്കാനും. ഞാനൊക്കെ ഒരു ഫുൾ നൈറ്റ് ഇരുന്നിട്ട് ആട്ടുകല്ലിരുന്ന് അരച്ചിട്ടുണ്ട്. ഫുൾ നൈറ്റ്. വെറും അത് കഷ്ടപ്പാടെന്നല്ല, അതൊരു ഇതായിരുന്നു. നമ്മളെ ഏറ്റെടുത്തൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടെയുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനൊപ്പം തന്നെ നിൽക്കണം. ഞാൻ ഫുൾ നൈറ്റൊക്കെ ഇരുന്ന് ആട്ടുകല്ലിരുന്നിട്ട് രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നിട്ട് ഇടയ്ക്കൊരു കട്ടൻ കാപ്പി കുടിക്കാനോ ഒന്ന് മൂത്രമൊഴിക്കാനോ പോകുന്നല്ലാണ്ട് വെളുപ്പിനെ ഒരു 7:30 വരെ ഒക്കെ ഇരുന്ന് അരച്ചിട്ട ദീപാവലിയുടെ സമയത്ത് സ്വീറ്റ്സ് ഉണ്ടാക്കണം. അത് അരച്ച് വെക്കാനൊന്നും പറ്റില്ല. ജിലേബിക്ക് അരച്ച് വെക്കാൻ പറ്റില്ല. ജിലേബി കുറേശ്ശെ ഉണ്ടാക്കുന്നവരുടെ സ്പീഡിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് 5000 ജിലേബി ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് അവർ ഉണ്ടാക്കി തുടങ്ങിയാൽ ഒരു 8 മണി വരെ ഉണ്ടാക്കാൻ ഒരു 3 പേരിരുന്നാലേ തീരുള്ളൂ. ഇതിപ്പോൾ കുറേ വട ഉണ്ടാക്കാൻ വരെ മെഷീനായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോഴും കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ടെക്നോളജിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിലൊക്കെ മാറ്റങ്ങളും അരയ്ക്കാനുള്ള സൗകര്യങ്ങൾ, ചേരാനുള്ള സൗകര്യങ്ങൾ, പൈപ്പ്, ഓസ്. ഇപ്പോൾ പാത്രത്തിൻ്റെ അകത്ത് വരെ ഓസ് വെള്ളം പിടിക്കാൻ അതിനുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ജോലി കഴിഞ്ഞാൽ വൃത്തിയാക്കി ഇടുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും നല്ല കാര്യം. അത് ഒരാളുടെ ഇലയിൽ സെർവ് ചെയ്യുന്നവരെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് മാക്സിമം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക, ചൂടുണ്ടാവുക, ഭംഗിയായിരിക്കുക. ഗ്രൈൻഡർ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഗുരുക്കന്മാരുടെ അടുത്തു നിന്നാണ് അച്ഛൻ ഇത്രയും കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പൊ നമുക്ക് ടെക്നോളജിക്കലി നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഗൗതം ഏറ്റെടുത്ത സമയത്ത് ഈ ടെക്നിക്കലി എത്രമാത്രം അഡ്വാൻസ് ആക്കിയിട്ടുണ്ട് സുഹൃത്തിനെ? ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ അച്ഛന്റെ കാലഘട്ടത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന വിറകടുപ്പിലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്യണത് ഭയങ്കര എളുപ്പമായിട്ട് ചുമ്മാ ഒരു ഗ്യാസ് തുറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കാം. മറ്റേത് ഒരു ചിരട്ട കത്തിച്ച് അത് തീ പിടിക്കാൻ തന്നെ ഒരു വിറക് ആ വലിയ വാർപ്പിലേക്ക് ഒരു 5000 ലിറ്റർ അല്ലെങ്കിൽ 4000 ലിറ്റർ വെള്ളം തിളയ്ക്കണമെങ്കിൽ ഉള്ള ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഗ്യാസ് ഓണാക്കുക എളുപ്പമാണ്.
അതുപോലെ തന്നെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ മറ്റേ ചിരവയിൽ നിന്ന് ചിരവണായിരുന്നു. ഇന്ന് അതിന് മെഷീൻ ഉണ്ട്. അപ്പോൾ പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഇപ്പോൾ ഒരു 10,000 പേർക്ക് അല്ലെങ്കിൽ 15,000 to 25,000 ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലേബർ വേണമായിരുന്നു. ഇന്നത്തെ കാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 25-30 പേര് നല്ല ലേബർ, അല്ലെങ്കിൽ ഒരു 70 ആൾക്കാർ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു മിനിമൽ ലേബറിൽ നമുക്ക് അത് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള മെഷീൻ വന്നു, തേങ്ങ ചിരണ്ടാനുള്ള സ്ക്രാപ്പർ, അങ്ങനത്തെ കുറെ ടെക്നോളജിക്കലി അഡ്വാൻസ് ആണ്. ഗ്രൈൻഡറിൽ ഈ പച്ചൻ പറഞ്ഞ പോലെ ആട്ടുകല്ലിൽ ഇരുന്ന് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ ഗ്രൈൻഡർ ചുമ്മാ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ആവുന്ന ടെക്നോളജി വരെയായി. ഇനിയിപ്പോ നാളെ ഇപ്പൊ എന്റെ ഒരു ഫ്യൂച്ചർ ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പോ എല്ലാവരും ഗ്യാസ് അടുപ്പ്, ഗ്യാസ് ബർണർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ ഇനി അതിനപ്പുറം എനിക്കറിയില്ല. ഫ്യൂച്ചർ പോകാൻ എങ്ങനെ വെച്ചാൽ ഇലക്ട്രിക്കൽ സോളാർ ഇൻഡക്ഷൻ ആവും മിക്കവാറും. അതായിരിക്കും നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും ഈസി ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും സുഹൃത്തും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ വേ ഓഫ് ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, വളരെ നിർബന്ധമായിട്ട് അച്ഛൻ ഇത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, എന്തൊക്കെയാണത്? പായസം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോഴും അച്ഛൻ പറയാറുണ്ട്, നമുക്ക് ഗ്യാസ് അടുപ്പിനെക്കാട്ടിലും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ് ആ കാര്യം. വിറകടുപ്പിൽ ഉണ്ടാക്കി അതിൻ്റെ ഒരു സ്വാദ് ഡിഫറെൻ്റ് ആണ്. കാരണം ഞാൻ വിറകടുപ്പിൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നിരന്തരം ചെയ്യണതുമാണ്. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അറിയാം, അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. വിറകടുപ്പിൽ ചെയ്യണതിൻ്റെ ഒരു സ്വാദ്, അതാണ് ഈ പഴമ എന്നുള്ളൊരു ഇതിൻ്റെ ഒരു സംഭവം. ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് പായസത്തിനാണെങ്കിൽ പോലും. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. എല്ലാവരും പറയണെന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പിലാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, വിറകടുപ്പിൽ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും ഇല്ല എന്നൊക്കെയാണ്. പക്ഷെ ശരിക്കും വിറകടുപ്പിൽ ചെയ്യുന്നതാണോ ടേസ്റ്റ്? അതെ, അത് ഗ്യാസ് അടുപ്പിൽ നമ്മളൊരു 7 മണിക്കൂർ കൊണ്ട് വിറകടുപ്പിൽ ചെയ്യേണ്ട സാധനം നമുക്കതൊരു 5 മണിക്കൂർ കൊണ്ട് ഗ്യാസ് അടുപ്പിലാവും. ഈ വിറകടുപ്പിൽ അത്രയും സമയം 7 മണിക്കൂറോളം അടുപ്പിൽ കിടന്നത് വെന്ത് തിളച്ച് കുറുകി വറ്റി പാല് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സ്വാദും ക്വാളിറ്റിയും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോഴും അത് തന്നെയാണ് കുറെ അടുത്ത് ഫോളോ ചെയ്യുന്നത്. കൊടുത്തപ്പോ തന്നെ ആദ്യമേ മക്കൾക്കെല്ലാം ഇന്ന ഡ്യൂട്ടീസ് കൊടുത്തിരുന്നോ, ഇന്നത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, അതോ അവർ തന്നെ എടുത്താണ്? എന്താണ് മക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം സുഹൃത്തിൽ ചെയ്യുന്നത്? നമുക്ക് കുറച്ച് എന്തെങ്കിലും അറിയില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കും, ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ മതി. പിന്നെ മക്കള് വരാൻ വേണ്ടി കാത്ത് ഇരുന്നിട്ടാണ് ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ വരെ ഓൺ ചെയ്യാൻ തന്നെ കാരണം 1.5 കോവിഡ് ടൈമിൽ പോലും മോൻ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കത് ബുദ്ധിമുട്ടാവോ, എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ മക്കള് രണ്ടുപേരും പുറത്തുനിന്ന് വന്നിട്ട് വേണം അത് തുടങ്ങണം എന്ന് പറഞ്ഞു. അത് തുടങ്ങി നല്ലവണ്ണം ഇപ്പോഴും പോകുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എന്തായാലും ന്യൂ ജനറേഷന്റെ ഡിസിഷൻ മേക്കിംഗ് പവർ പെർഫെക്റ്റ് ആണ്. അതെനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്ന് ഏറ്റെടുക്കാനൊക്കെ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണത് ശരിയല്ല എന്ന് വരെ ഞാൻ പറയാറുണ്ടെങ്കിലും, പക്ഷെ അത് ഓരോ കാര്യം വരുമ്പോഴും നമുക്കതൊരു ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഇനി അവരൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ടിപ്പിക്കൽ അമ്മമാരെങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേഗം ഒന്നും ഇതില്ലെങ്കിൽ പോലും, പക്ഷെ കുറച്ചൊരു കഴിയുമ്പോൾ ശരിയാവണമുണ്ട്. എന്നാലും മുഴുവൻ ആയില്ലെങ്കിലും കുറച്ച് ബാക്കി ഉണ്ടാവും അതെല്ലാത്തിലും. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് മാം നേരത്തെ പറഞ്ഞത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ അപ്പുറത്തേക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കുറച്ചുകൂടി ക്രിട്ടിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ ഇതിൽ ഫുഡ് വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന് സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കര വലിയൊരു റോൾ ഉണ്ട്. ഈ ഫുഡ് ഇൻഡസ്ട്രി സ്പെഷ്യലി കുറെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്തത്ര ഫുഡ് വ്ളോഗേഴ്സും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ നമുക്ക് അതായത് മാർക്കറ്റ് സൈസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ റേഡിയസിൽ കൊടുക്കാൻ പറ്റുന്ന സാധനം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് ഈ 4 കിലോമീറ്റർ റേഡിയസിൽ പോണത് മൗത്ത് ടു മൗത്ത് ആയിരിക്കും, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ കേരളം നമുക്കത് ടാർഗറ്റ് ചെയ്ത് നമുക്കത് ബ്രാൻഡ് ചെയ്യാം. അതായത് കേരളം മൊത്തം നമുക്ക് ഈ ഇന്ന ജില്ലാ വൈസ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് നമുക്കത് ബ്രാൻഡ് ചെയ്യാം. ഓരോ ഡിസ്ട്രിക്റ്റിലും ഇന്ന ഏരിയാസ് ഇത്ര കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്ക് ഈ സാധനം എത്തണം. അങ്ങനെ നമുക്ക് ബ്രാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കൂടുതലും. അതാണ് ഈ ഒരു സോഷ്യൽ മീഡിയയെ കൊണ്ടും അല്ലെങ്കിൽ യൂട്യൂബ് ബ്ലോഗേഴ്സോ എല്ലാവരും കൊണ്ടും നമുക്കത് ഒരു ഗുണം ചെയ്തിരിക്കുന്നത്. സർ, നമ്മൾ ഈ ഫുഡ് എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഈ ഫുഡ് സെർവിങ്ങിന്റെ കാര്യം നമുക്ക് പെട്ടെന്ന് റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കുമല്ലോ പെട്ടെന്ന് ഓർമ്മ വരിക. എന്തുകൊണ്ടാണ് ക്യാപ്ചറിങ് എന്നുള്ളൊരു സംഭവത്തിൽ? അല്ല, റെസ്റ്റോറന്റ് ഒരാൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, അത് ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരും, അത്രേ ഉള്ളൂ. കാറ്ററിങ് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു, അവിടുത്തെ ഫുഡ് നല്ലതാണ്, പിന്നെ അവിടെ തന്നെ പോവുള്ളൂ. ആ സ്വാദ് നാക്കിൽ പിടിച്ചാൽ പോവില്ല. റെസ്റ്റോറൻറ്റിൽ അങ്ങനെയില്ല. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ചൂടായിട്ട് കിട്ടി, തീർന്നു. അവൻ ഇനി നാളെ അവൻ വരണമെന്നില്ല, കഴിക്കണമെന്നുമില്ല, അടുത്ത അവൻ പുതിയത് അന്വേഷിച്ചു പോകും. റെസ്റ്റോറൻറ്റിലെ വ്യത്യാസം. കാറ്ററിങ്ങിൽ അങ്ങനെ വരില്ല. ഒരാളൊരു കല്യാണം ഏൽപ്പിച്ചാൽ അടുത്ത ആളുടെ കല്യാണം അവർ ചെയ്താൽ മതി. ആ ഒരു
തോന്നൽ ഉണ്ടാവും. ഇപ്പൊ റെസ്റ്റോറൻറ്റ്സ് മാറ്റി ഈ ക്ലൗഡ് കിച്ചൺ എന്നൊരു ഡിസിഷൻ എടുത്തു. എന്താണ് എന്റെ മേജർ ഡിഫറൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം? ക്ലൗഡ് കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ആയിരിക്കും. ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ നമുക്ക് ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് ആണ്. ആ അല്ലെങ്കിൽ ഇത്ര റേഡിയസിൽ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഇത്രയും കിലോമീറ്റർ റേഡിയസിൽ ഓരോ സോൺ ഉണ്ട്, ആ സോണിൽ നമുക്ക് ഡെലിവറി ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഈ ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ക്ലൗഡ് കിച്ചൺ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്താണെന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കിച്ചൺ ഇസ് എ വെരി മിനിമൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 30-35 lakhs നമുക്കത് മിനിമൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ഗ്രോയിങ് സിറ്റിയിലേക്ക് കൊച്ചി, ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമൽ ഒരു റെസ്റ്റോറൻറ്റ്, നല്ലൊരു സ്റ്റാൻഡേർഡൈസ്ഡ് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ മിനിമൽ ഇൻവെസ്റ്റ്മെന്റ് 1 to 1.5 CR ആണ്. നമുക്കത് ഈ ക്ലൗഡ് കിച്ചൺ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി റവന്യൂ ജനറേഷനും പ്രോഫിറ്റും ലൈക്ക് മാർജിൻ ഇസ് ഓൾസോ വെരി ഡിഫറെന്റ്. അതാണ് ഈ റെസ്റ്റോറൻറ്റും ക്ലൗഡ് കിച്ചണും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. നമുക്ക് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം എന്റെയൊക്കെ മമ്മിയുടെ ഒക്കെ കാലത്ത് മമ്മിയൊക്കെ പറയാറുണ്ട്, അമ്മയുടെ കല്യാണം നടത്തിയിട്ടുള്ള ആൾക്കാരെ തന്നെ വിളിച്ചിട്ട് പിന്നെയും അവരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നിന്റെ കല്യാണത്തിന് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചില ആൾക്കാരുണ്ടാവില്ലേ, അതായത് എന്റെ അച്ഛൻ ഇങ്ങനെ, അച്ഛന്റെ കാലത്തോട്ടേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പുള്ളി, അപ്പൊ നമ്മൾ വീണ്ടും അവരെ തന്നെ വിളിക്കുന്നു. അങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഞാൻ ഈ അടുത്ത നടത്തിയ കല്യാണം അച്ഛൻ്റെ കല്യാണം, മകളുടെ കല്യാണം, മകളുടെ കുട്ടിയുടെ കല്യാണം, 3 തലമുറയുടെ കല്യാണത്തിന് കുക്കിങ്ങിന് ഇത് കൂടി. തീർച്ചയായിട്ടും അന്നത്തെ കാലത്തിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടെന്ന്, അതിൻ്റെ ഇതുണ്ടെന്നല്ലാണ്ട് അവർ ഹാപ്പിയാണ്. അവരടുത്തതും നമ്മളെ പ്രതീക്ഷിക്കുന്നു, നമ്മളിൽ നിന്ന് അത് അങ്ങനെയുള്ളത് കണ്ടിന്യൂ ചെയ്യുവാനാണ് നമ്മൾ. ഗൗതമിന്റെ ഒരു കുക്കിംഗ് എക്സ്പീരിയൻസിൽ പറയൂ, എങ്ങനെയാണ് ഫസ്റ്റ് ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ട് ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാനാണെങ്കിൽ ഏതായിരിക്കും പറയുന്നത്? ഞാൻ അച്ഛൻ വരാത്ത ഒരു സാഹചര്യം, അച്ഛൻ നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുതന്ന ഒരു കല്യാണം, അതായത് വൈക്കത്ത് നടന്ന ഒരു കല്യാണം. ആ വൈക്കത്ത് അച്ഛനും എത്താൻ പറ്റും. അന്ന് തന്നെ നമുക്ക് 3-5-6 കല്യാണങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ അന്നത്തെ ദിവസം അവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങള് നീ നോക്കിക്കോ, എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന് തലേദിവസം രാത്രി വിളിച്ച് പറഞ്ഞു. എനിക്കപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല. അപ്പോ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ അപ്പോഴും ഉണ്ട്, ഓ മകനാണ് ചെയ്യുന്നത്, എന്നാലും അച്ഛൻ വന്നാലേ ഒരു ഇത് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, അതായത് നിന്റെ അച്ഛനില്ലാത്ത ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല, പൂർണ്ണമായിട്ട് അവര് 100% സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി വലിയൊരു കോംപ്ലിമെന്റ് വേറെ ഒന്നുമില്ലേ. നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞിട്ടിരുന്നതിൽ മാം പറഞ്ഞിരുന്നു മക്കളുടെ ഒരു ഇൻവോൾവ്മെന്റ് ബിസിനസിനെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിരുന്നു, അവരുടെ ഡിസിഷൻസ് ഒക്കെ ഒത്തിരി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? മക്കളുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട് ബിസിനസ്സിൽ? നല്ലോണം തന്നെ ഉണ്ട് അവരുടെ ഒരു ഇത്. അത് നമ്മൾ ശരിക്കും കോവിഡ് ടൈമിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് വാട്സപ്പിലൂടെയാണ് കുറേ ഓർഡറുകളും കാര്യങ്ങളും എടുത്തുകൊണ്ടിരുന്നത്. എടുത്ത് വന്ന് കുറച്ച് ഓർഡറായിരുന്നു. അത് കല്യാണങ്ങൾ നിറയെ നടത്തിക്കൊണ്ടിരുന്നു. 1000 പേര് 2000 പേരുടെയൊക്കെ കല്യാണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും 10 പേരായിട്ട് അത് ചുരുങ്ങിയപ്പോഴത്തേക്കും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ഇത്രയും സ്റ്റാഫുകളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും, അവരുടെ ഇതെങ്ങനെയാ? അപ്പോൾ മക്കള് പറഞ്ഞു, അമ്മ അതിന് വേറെ എന്തെങ്കിലും വഴി കാണാം നമുക്ക് എന്നും പറഞ്ഞ് അവരിങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ സുഖമില്ലാതെയും നമുക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മുടെ സിറ്റിയിലുള്ള പല ആൾക്കാരും നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് എത്തിക്കാനുള്ള ഒരു സൗകര്യം തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ പോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു അനുമതി ഫുഡിന്റെ ഇതായത്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിരുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിന്നർ അടക്കം നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യായിരുന്നു. കാരണം ഡിന്നർ വരെ അത്രയ്ക്ക് ഭക്ഷണത്തോട് ആവശ്യമുള്ള ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് 100 പേരോളം നമുക്ക് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. സുഖമില്ലാത്ത കുറേ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾക്ക് ഡിന്നറും കൂടി നമ്മൾ എടുത്തോളാം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഒരു 12 മണിക്ക് മുമ്പ് തന്നെ എല്ലാ വീടുകളിലും നമ്മൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അതായത് ചപ്പാത്തി കേടുവരാതെ നമ്മൾ കൊടുക്കാൻ പറ്റണ കറികൾ. അങ്ങനെ നമ്മൾ ഉണ്ടാകും. പച്ചക്കറി നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയും സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അവര് ഒരു മാസത്തെ സാലറി കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഇത്രയും നാളും കൊണ്ടുപോയി. പിള്ളേരടക്കം അതിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിൽ. അങ്ങനെ വന്ന് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണ അറ്റം വരെ എത്തി ഞങ്ങൾ ഇതുവരെ. ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എത്രമാത്രം പ്രാക്ടിക്കാലിറ്റി നമുക്ക് കോവിഡ് ടൈം ആയിരുന്നു എന്നറിയാം. എത്രമാത്രം ഡിസിഷൻ ഇപ്പൊ നോക്കി കാണുമ്പോൾ വാസ് ഇറ്റ് റൈറ്റ്?
അത് വളരെ മെച്ചപ്പെട്ടു. അത് ഇപ്പോൾ പുതിയ ടെക്നോളജി അനുസരിച്ച് കമ്പ്യൂട്ടറും സ്വിഗ്ഗി സൊമാറ്റോയും അല്ലാതെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കൺസെപ്റ്റായിരുന്നു പ്രായമായവർക്ക് കുറച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയെന്ന്. അങ്ങനെയാണ് ഞങ്ങളത് ഈ വീടുകളിലേക്കുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഒരിക്കലും അതിനൊരു തുക നിശ്ചയിച്ചില്ലെങ്കിൽ അക്കാരുടെ എണ്ണത്തിന് വ്യത്യാസം. അത് കാരണം ഒരു ചെറിയ എമൗണ്ട് വാങ്ങിച്ചാണ് ഞങ്ങളിപ്പോഴും വീടുകളിൽ കൊണ്ട് കൊടുക്കണമെന്ന് ഡെലിവറി ചാർജ് വാങ്ങിക്കാറില്ല. പക്ഷെ അത് വയബിൾ ആണോ അപ്പൊ അങ്ങനെ നോക്കുന്ന? അല്ല, അത് ആ കണ്ടിന്യൂഷൻ, ആ പെർമനൻറ്റ് കസ്റ്റമേഴ്സിന് ഇപ്പോഴും അക്സെപ്റ്റബിൾ ആണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര പേര് വിട്ടുപോകാത്തത്. അതാണ്. അത് പിള്ളേർ വന്ന പിന്നെ അത് കമ്പ്യൂട്ടറൈസ് ആക്കി, വാട്സപ്പ് ഗ്രൂപ്പാക്കി, അത് അതിനൊരു സമയപരിധി വെച്ചു. ഞാനൊരു രാത്രി 10 മണിക്കും വെളുപ്പിന് 4 മണിക്കൊക്കെ ഓർഡർ എടുത്തിട്ട് 7 മണിക്ക് 8 മണിക്ക് കൊണ്ട് കൊടുക്കുക പറയരുത്. അത് പിള്ളേർ വന്ന പിന്നെ ഡിന്നറൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു സമയപരിധി വെച്ചു. ഓർഡർ ചെയ്യുന്നവർക്കും സന്തോഷമായി. ഇന്ന സമയത്തിനുള്ളിൽ ഓർഡർ ചെയ്താൽ രാവിലെ ഭക്ഷണം കിട്ടുന്നുള്ളത്. രാവിലെ അല്ല, ഇപ്പോൾ രാവിലെ ഓർഡർ ചെയ്താൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ട്. അന്ന് അതില്ല. അവർ വന്ന പിന്നെ അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജോലിക്കാരും വീട്ടിൽ വന്ന് സംസാരിക്കരുത് എന്നുള്ളത്. പക്ഷെ ഫാമിലി ബിസിനസ്സിൽ ഒരിക്കലും അത് പോസിബിൾ. അതൊക്കെ വെറുതെ പറയുന്ന ബിസിനസ് എന്ന് വെച്ചാൽ 24 hours ആണ്. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങളാരും 10 മണി കഴിഞ്ഞിട്ടുള്ള ജോലിയൊന്നും വീട്ടിൽ ചെയ്യാറില്ല. മനസ്സിലായി? ഇതിനനുബന്ധിച്ചുള്ള റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ രാത്രി 10 മണിയാവും 11 മണിയാവും അത് ചെയ്തുകൊണ്ടിരിക്കണം. ആൾക്കാർക്ക് നമ്മളെ എടുത്തിരിക്കുന്ന ഓർഡർ തീർത്ത് കൊടുക്കുക, ഭംഗിയായിട്ട് തന്നെ ചെയ്യുക. അതിനെന്തെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കുക. രാത്രി 10 മണിക്കൊക്കെ കടവർന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 50 വർഷം മുന്നേ സാർ ഇട്ടൊരു എഫേർട്ടാണ് ഇന്നിപ്പോ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. ഒരു 10 വർഷത്തിന് ശേഷം സാർ കാണുന്ന സുഹൃതം എന്താണ്? 10 വർഷത്തിന് ആൾക്കാരുടെ ഭക്ഷണത്തിൻ്റെ രീതി തന്നെ മാറും. വിത്ത് ബട്ടണായിരിക്കും ആൾക്കാർ. വിശക്കുമ്പോൾ ആഹാരം ഓർഡർ ചെയ്യുക, കിട്ടുന്നത് കഴിക്കുക. അത് ബ്രാൻഡിങ് ആയിരിക്കണം. അതിനാണ് ബ്രാൻഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഇവരെ സഹായിക്കുന്നത്. ഭക്ഷണം ആൾക്കാർ എന്തായാലും ടെക്നോളജി ഇപ്പോൾ മകൻ പറഞ്ഞ പോലെ കുക്കറും ബോയിലറും എല്ലാ സാധനങ്ങളും വന്ന് എത്ര പെട്ടെന്ന് സോളാറിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ വരാം. അല്ലെ, മാറ്റങ്ങൾ എപ്പോഴും അക്സെപ്റ്റബിൾ ആണ്. ഏത് റോളാണ് കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ട് ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്നത് ഇത്ര നാളത്തെ ജേണിയിൽ? അമ്മയായിട്ടാണോ ബിസിനസ് വുമൺ ആയിട്ടാണോ, എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് ഞാൻ പറയണേക്കാട്ടും ഉപരി എൻ്റെ 2 മക്കളും കൂടി ഉണ്ട്. ആ മക്കളും കൂടി വന്നിരുന്ന് അവരുടെ അടുത്ത് ചോദിച്ച് അതിന്റെ ആൻസർ അവർ തന്നെ പറയണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചു മുന്നേ ഞാൻ ചോദിച്ച അമ്മയടുത്ത് ഏറ്റവും നല്ല റോൾ ഏതാണ്, അമ്മയായിട്ടാണോ ഓൺട്രപ്രനിയർ ആയിട്ടാണോ സക്സസ്ഫുൾ ആയി ഫീൽ ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എന്റെ മക്കൾ പറയുന്നതാണ് അത് നല്ലതെന്ന്. എന്താണ് പറയൂ, എന്താണ് അഭിപ്രായം? അമ്മ 2 റോളും നല്ല അടിപൊളിയായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ ഭയങ്കര മോട്ടിവേഷനാണ്. ഇപ്പോഴും അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ അമ്മ കാര്യപ്രാപ്തി എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കര പെർഫെക്ഷനോട് കൂടി ചെയ്യും. എല്ലാത്തിലും പെർഫെക്ഷൻ വരണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ലിപ്പ് ആവുമ്പോഴത്തേക്കും അമ്മ വന്ന് അപ്പൊ അതുപോലെ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആക്ച്വലി. അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്താ പറയാ ഇങ്ങനെ കണ്ടറിഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങക്ക് അങ്ങനെ എന്താ പറയാ വീട്ടില് കാര്യങ്ങൾ അമ്മ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങക്ക് കുറെ സമാധാനമാണ്. ഇവിടെ ആണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സെയിം ആണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ ഈ കോവിഡ് ടൈം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് നമ്മുടെ ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ. ബേസിക്കലി കുറെ പേർക്ക് കോവിഡ് ടൈം ഒരു സത്യത്തിൽ അനുഗ്രഹം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? കോവിഡ്, പ്രീ കോവിഡ്, പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ കോവിഡ് ഒരു ബിസിനസ് സ്കെയിൽ എത്രമാത്രം ഉണ്ട്? നമുക്ക് പ്രീ കോവിഡിൽ ധാരാളം കല്യാണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതായത് ഒരു ആവറേജ് ഒരു ദിവസം നമുക്ക് അന്നത്തെ കല്യാണം എന്ന് വെച്ചാൽ ഒരു ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 തൊട്ട് 3000 ആയിരിക്കും ഒരു ആവറേജ് കല്യാണത്തിന് ഉണ്ടാവുക. പക്ഷെ ആ കോവിഡ് വന്ന സമയത്ത് അത് നേരെ 10 അല്ലെങ്കിൽ ഒരു 25 പേരിലേക്ക് ഒൺലി ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നായിരുന്നു. പിന്നെ ആ കോവിഡിന്റെ ഒരു 2 years കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് കോവിഡ് എന്നുള്ളതിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് തിരിച്ചും ഒരു 3000 പേര് 2000 പേരുടെ കല്യാണത്തിലെത്തി. 2000 പേര് 3000 പേര് ഒരു കല്യാണം എത്തി. ഈ ഒരു കല്യാണത്തിൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു ദിവസം തന്നെ നമുക്ക് ഒരു 7-8 കല്യാണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കല്യാണം 2000 പേരെ ആണെങ്കിൽ ഒരു 7-8 കല്യാണം വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 15,000-16,000 പേരുടെ കല്യാണമാണ് ഒരു ദിവസം നമ്മൾ കല്യാണങ്ങളത്തേക്കല്ല കല്യാണത്തിനുള്ള ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. താങ്കൾ എപ്പോഴാണ് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് ആഫ്റ്റർ മാരേജ് ആണ്. പ്രീ കോവിഡ് ടൈമിൽ ഞങ്ങൾ പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു. ആ ടൈമിൽ ഇതുപോലെ ഇവിടുത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫുൾ വിളിച്ച് പറയുമായിരുന്നു, എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്തൊക്കെ
പ്ലാൻസ് ആണുള്ളത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് സജഷൻസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു ഡെത്ത് ഉണ്ടായി. കോവിഡ് എല്ലാവരും ഹിറ്റ് ചെയ്തു നന്നായിട്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഇതായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായത് ഞങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കണം. എൻ്റെ പേരൻസും ഉണ്ട്, കൃപയുടെ പേരൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്ഥാപനം റൺ ചെയ്യുന്നു, അതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്ത് എൻ്റെ അറിവ് എന്താണോ ഞാൻ അവിടെ പഠിച്ചത് പുറത്ത് പോയി അതെനിക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്ട്രോങ് ഇതുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതുപോലെ സ്വിഗ്ഗി സൊമാറ്റോൻ്റെ അവർ ഇതുപോലെ ചെയ്തു തുടങ്ങി, ടൈപ്പ് ആയിട്ട് ചെയ്തു തുടങ്ങിയ റെസ്റ്റോറൻറ്റ്സ് ആയിട്ട്. ആ സമയത്ത് ഞങ്ങൾ ഇതിൻ്റേതായ ബാക്ക് വർക്ക്, പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തു. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഇത് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഡിഫറെൻറ്റ് സോൺസിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, അത് നമ്മൾ കുറച്ചുകൂടി എഴുത്തായിരുന്നു, കുറച്ചുകൂടി ലെഡ്ജേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു. അത് നമ്മളൊന്നുകൂടി സിസ്റ്റമാറ്റിക് ആക്കി കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് ഒരു ERP സോഫ്റ്റ്വെയർ ഒക്കെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കേറ്ററിങ്ങിൻ്റെ പ്രോപ്പർ നമ്മുടെ ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് കുറേ ഡോക്യുമെൻറ്റേഷൻ, ആൾക്കാർ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മെനു അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നു. പിന്നെയാണ് നമ്മൾ പിന്നത്തെ ലേറ്റർ ഓൺ സ്റ്റേജസിലാണ് നമ്മൾ ഈ ടെക്നോളജിക്കലി ഇപ്പോൾ കട്ടിങ്, അതുപോലെ നമ്മുടെ സ്റ്റീമർ, ബോയിലർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതും ഇതിൽ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ. ഇതിനുശേഷം ഇപ്പൊ പോസ്റ്റ് കോവിഡിലല്ലേ നിങ്ങൾ ഇപ്പം ഒരു ക്ലൗഡ് കിച്ചൺ കുറച്ചുകൂടി സജീവമായി തുടങ്ങിയതും കുറച്ചുകൂടിയൊക്കെ എക്സ്പാൻഡ് ചെയ്തതും? എന്താണ് ഇനിഷ്യൽ ഡേയ്സിൽ തുടങ്ങി വെച്ച ഒരു എക്സ്പാൻഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് തുടങ്ങിയത്? ഇപ്പൊ അത് എവിടെ നിൽക്കുന്നു ആസ് ഓഫ് നൗ? ഞാൻ റീസെന്റ് ആയിട്ടാണ് കാക്കനാട് ഒരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അന്ന് കമ്പയർ ചെയ്യണത് ഈ ഇന്ന സോണിൽ കടവന്ത്ര ഞങ്ങളുടെ ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഇതിനകത്ത് സ്വിഗ്ഗി സൊമാറ്റോ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനത്ത് ഇത്ര ഓർഡേഴ്സ് പോകുന്നുണ്ട്. നമ്മൾ അന്നത് നമുക്ക് കാക്കനാട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു 30-40 ഓർഡർ ആയിരിക്കും വരുന്നത്. പക്ഷെ അതേസമയം ഞാൻ കടവന്ത്ര നോക്കുമ്പോൾ 450-500 ഓർഡറാണ് കടവന്ത്രയിൽ വരുന്നത്. അതെങ്ങനെ നമ്മൾ അത് അവിടേക്ക് എത്തിക്കാന്നുള്ളതായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വിഗ്ഗി സൊമാറ്റോ വഴി നമുക്ക് കൺസ്യൂമേഴ്സിനെ ഈ ജിയോഗ്രഫിക്കലി ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ എല്ലാ ഏരിയയിലും നമുക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയുകയാണെങ്കിൽ കാക്കനാടിൽ നിന്നും അല്ലെങ്കിൽ ഒരു അടുത്ത ഔട്ട്ലെറ്റ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, വിത്തിൻ 2-3 മന്ത്സ് എനിക്കത് മിനിമം ഒരു ദിവസം 1000 to 1500 പോകുന്നു എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. അതായിരുന്നു ഒരു മോട്ടിവേഷൻ ആയിരുന്നു ആക്ച്വലി. അതെനിക്ക് അന്ന് എനിക്ക് ഇത്ര ഓർഡറേ പോകുന്നുണ്ടായിരുന്നു, ഇന്ന് എനിക്ക് അതിന്റെ ഒരു വളർച്ച കാണാൻ പറ്റുന്നുണ്ട്. അതാണ്. ഇപ്പൊ നമ്മൾ ഈ ഓർഡേഴ്സിന്റെ എണ്ണം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും അധികം ഹയസ്റ്റ് നമ്പർ ഓഫ് ഓർഡേഴ്സ് റിസീവ് ചെയ്ത ഒരു ടൈം എന്നായിരിക്കും? എത്രയായിരിക്കും റിസീവ് ചെയ്ത ഓർഡേഴ്സ്? നമുക്ക് തീർച്ചയായിട്ടും ഓണക്കാലത്ത് ഈ ഓണ സമയത്തുള്ള 10 ദിവസങ്ങൾ തന്നെ നമ്മുടെ കിച്ചൺ ഓടുന്നതിന് 24/7 ആണ് ആ ടൈമിനുള്ളത്. ആ സമയത്തുള്ള പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 4000 to 5000 ലിറ്ററുകൾ വരെയാണ്. അതായത് ഒരു പായസം തന്നെയാണ് 4000-5000 ലിറ്റർ വരുന്നത്. അങ്ങനെ ഒരു 3 വെറൈറ്റി വരുമ്പോൾ തന്നെ ഒരു 10-12,000 ലിറ്ററായി. അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അച്ഛൻ ലിറ്റർ കണക്കിനാണ് പറയുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും 7000 ലിറ്റർ സാമ്പാർ, 5000 കിലോ അവിയൽ, 5000 കിലോ കൂട്ടുകറി, ഇങ്ങനെയുള്ള ഒരു കണക്കാണ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് അച്ഛൻ. ഇപ്പൊ നമ്മൾ ഈ ബിസിനസ്, ഇപ്പൊ ഫുഡ് ബിസിനസ് തന്നെ നിങ്ങൾ വേർട്ടിക്കൽസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനൊന്ന് സെഗ്മെന്റലൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു ഇയർലി സീസൺ ടൈം അനുസരിച്ചായിരിക്കും ബേസിക്കലി ഓരോ, ഇപ്പൊ കാറ്ററിംഗിന് ഒരു ഇതുണ്ടാവും, ഓൺലൈൻ ഡെലിവറി മിക്ക ദിവസം ഡെയിലി ഉണ്ടാവും. അപ്പൊ ഈ സെഗ്മെന്റലൈസ് ചെയ്യുവാണെങ്കിൽ ഈ പീക്ക് സീസൺ അല്ലെങ്കിൽ അത്ര ഇതില്ലാത്തൊരു സീസൺ എന്നൊക്കെ പറയില്ലേ നമ്മള്, അപ്പൊ അതിന്റെ ഒരു ബിസിനസിന്റെ ഒരു സ്കെയിലിംഗ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഏറ്റവും പീക്ക് സീസൺ എന്ന് പറയുന്നത് ചിങ്ങമാസമാണ്. ആ സമയത്ത് മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്, കല്യാണങ്ങൾ ഒരുപാട് നടക്കും. അതേപോലെ ഓണമൊക്കെ വരുമ്പോൾ ചിങ്ങമാസം നമ്മുടെ പീക്ക് സീസണാണ്. അതേപോലെ കർക്കിടക മാസം അങ്ങനെ മുഹൂർത്തങ്ങളില്ല, പൊതുവെ കല്യാണങ്ങളൊന്നും നടക്കാറില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലൗഡ് കിച്ചനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്തും നമുക്ക് എംപ്ലോയീസ് ഉണ്ട്, അവരുടെ സാലറിയുടെ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ആ സമയത്തൊക്കെ ക്ലൗഡ് കിച്ചനും നമ്മളുടെ നേരത്തെ പറഞ്ഞ ഈ വാട്സാപ്പ് വഴി ഓർഡർ എടുത്ത് കസ്റ്റമേഴ്സിന് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കന്നിമാസം, ആ സമയത്തും പൊതുവെ കല്യാണങ്ങൾ നടക്കാറില്ല. ആ സമയത്ത് നമ്മൾ ഈ ക്ലൗഡ് കിച്ചനും അല്ലാത്ത ഡെലിവറിയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് എന്തായാലും ഇല്ല, മുഹൂർത്തങ്ങളില്ല. ഞങ്ങളുടെ ഈ ക്ലൗഡ് കിച്ചണിന് വേണ്ടിയിട്ടുള്ള പുതിയ ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൾക്കാരിൽ നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എടുത്തിട്ട് ആൾക്കാരിൽ എത്തിക്കും. വി ആർ അവൈലബിൾ, ഞങ്ങളിവിടെ ഉണ്ട്.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ഒരു ടൈം ഇതിനു വേണ്ടി ഉപയോഗിക്കും. ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ കാറ്ററിംഗ് ഇല്ലാത്തൊരു സമയം. കാറ്ററിംഗ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഒരു 4-5 വെഡിങ്സ് അല്ലെങ്കിൽ 6-7 വെഡിങ്സ് വരുമ്പോഴും ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ, ബ്രദർ, വൈഫ് എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് അച്ഛനൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ബേസിക്കലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫുൾ ഫാമിലി ഈ ഒരു ബിസിനസ്സിലാണ്. മകൾ, മകൻ, മരുമകൻ, അച്ഛനമ്മ എല്ലാവരും ഈ ഒരു ബിസിനസ്സിലാണ്. എത്രമാത്രം സാധ്യതയുണ്ട് ഈ ഫുഡ് ബിസിനസ് അല്ലെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിക്ക്? എന്തുമാത്രം സാധ്യതയുണ്ട് ബിസിനസ് പെർസ്പെക്റ്റീവ്? ഏതൊരു ബിസിനസ്സും ഞാൻ നോക്കിയിട്ട് ഈ 3 അല്ലെങ്കിൽ ഒരു 2 കാര്യങ്ങൾ, അതായത് ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി. ഈ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും വയ്യാണ്ടാകുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം ഒരാൾക്ക് എന്താ പറയാ ഒരിക്കലും ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. എല്ലാവർക്കും ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടേ വരികയാണ് ആൾക്കാരുടെ നീഡ്സ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ വൈസ് മാറുമായിരിക്കും. ബട്ട് ഇപ്പോൾ വരുന്ന ഓർഡറിനെക്കാട്ടിലും ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 15 ഇരട്ടി മിനിമൽ ഗ്യാരണ്ടിയിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ഞാൻ മെയിൻലി ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സർവീസ് കാണുന്നതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക. ആൾക്കാർ 10 രൂപ കൂടുതൽ തന്നിട്ടാണെങ്കിലും നല്ല ഫുഡ് മേടിക്കാനാണ്, ക്വാളിറ്റിയുള്ള ഫുഡ് ചൂസ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നേക്കണതും ഇപ്പോഴും പറയുന്ന കാര്യവും, അച്ഛൻ പഠിപ്പിച്ചു തന്നതും എന്നെ ഇപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തയ്യാറാക്കുന്ന ഫുഡിൽ നമുക്ക് 100% സത്യസന്ധത വേണം. ഈ സത്യസന്ധത ഉദ്ദേശിക്കുന്നത് നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് നമ്മൾ നല്ല ഭക്ഷണം എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യുന്നുള്ളത് എനിക്ക് 100% പറയാൻ പറ്റും. എത്രമാത്രം പ്രാക്ടിക്കൽ ആണ്? പ്രാക്ടിക്കലാണ്. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് നമ്മൾ ആദ്യമേ, അതായത് നമ്മൾ ഫസ്റ്റ് തൊട്ടേ ഞാൻ അത് കണ്ടുവന്നിരിക്കണം. കാരണം എനിക്ക് ഈ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഫുഡ് കളറിങ് അങ്ങനെ സംഭവത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് പ്രാക്ടീസിൽ ഇല്ല നമ്മുടെ. അതുകൊണ്ട് എനിക്ക് അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നതെന്നുള്ള അച്ഛന്റെ അല്ലെങ്കിൽ കാരണവന്മാരുടെ ഓരോ പഴക്കം അനുസരിച്ചിട്ടുള്ള അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോ FSSAI പോലുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു ഭയങ്കര വലിയൊരു ഓർഗനൈസേഷനാണ്. അവര് ഫുഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, അവരുടെ ഓരോ അപ്ഡേറ്റ്സും നമ്മൾ സ്വീകരിക്കാറുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നോക്കാറുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. നമുക്ക് അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻസ്, HACCP, അങ്ങനത്തെ കുറെ സർട്ടിഫിക്കേഷൻസ് കൂടെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊരു നല്ലൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ ഹോംലി ടേസ്റ്റ് ഫുഡിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്താൽ അതിന്റെ ആ ഒരു ഇത് പോകും, ആ ക്വാളിറ്റി പോകും. അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് കംപ്ലീറ്റ് ഒരു നോ ഏരിയ ആണ്. നമ്മൾ അത് കാരണം ആ ഹോംലി ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മള് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫുഡിന്റെ ഷെൽഫ് ലൈഫ് ഭയങ്കര കുറവാണ്. നമ്മള് രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം വൈകുന്നേരം ചീത്തയാവും. അതായത് അത് ആ സമയത്ത് മാത്രമേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ, ഇതിനകത്ത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. യാതൊരു പ്രിസർവേറ്റീവ്സ് ഇന്നേ വരെ ചേർക്കുന്നില്ല, ഇനി ചേർക്കാനും പോകുന്നില്ല. ഈ ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഡെലിവറി ചെയ്യുന്ന സമയത്തും അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ? ഇപ്പൊ നമ്മൾ കൃത്യസമയത്ത് ഇത്ര ടൈമിനുള്ളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അല്ലേ അത്? എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മളൊരു ഡെലിവറി ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു ബിസിനസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നതാണ്. അതായത് നമ്മളൊരു എക്സ്റ്റേണലി ഒരാളെ ഹയർ ചെയ്ത് ലോജിസ്റ്റിക്സിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആരാണോ അങ്ങനത്തെ ഒരു പാർട്ട്ണറെ നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഡെയിലി നമുക്ക് വെരി സ്മോൾ ക്വാണ്ടിറ്റി ടു ലാർജ് ക്വാണ്ടിറ്റീസ് എങ്ങനെ നമുക്കത് ആൾക്കാരിലേക്ക് നല്ല വിത്തിൻ മിനിമൽ ടൈമിൽ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലത്തെ കമ്പനീസിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങള് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്ന കടികളുണ്ട്. അത് നോർമലി ഞാൻ കഴിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എല്ലാവരും ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ ഉണ്ടാക്കി ചില്ലും കൂട്ടിൽ വെക്കും. അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓർഡർ വരുന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇത് ഉണ്ടാക്കുള്ളൂ. മീൻസ് ആൾക്കാർക്ക് സാധനം ചൂടോട് കൂടിയാണ് എത്തുന്നത്. അത് മാക്സിമം ഞങ്ങൾ എത്തിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും വരുത്താറില്ല. എത്ര ഗ്യാപ്പ് ഉണ്ട് ഇപ്പൊ ഇങ്ങനൊരു ഡെലിവറി പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ? എത്രമാത്രം ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് ഇപ്പൊ ആ ഒരു സ്ഥലത്ത്? ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡെലിവറിയിൽ ഒരു ലോജിസ്റ്റിക് ഗ്രൂപ്പ് വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് തന്നെ പറയാനുണ്ടാവും കുറെ. ലൈക്ക് നമ്മള്
അവർ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ വിചാരിക്കും നമ്മളൊരു 100 പേർക്കായിരിക്കും ഫുഡ് കൊടുക്കണേ. പക്ഷെ അവർ ഇനീഷ്യലി ഒരു 100 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈസിലി വിത്തിൻ 2-3 വീക്സ് അവർക്ക് മിനിമം ഒരു 3000 to 4000 എത്താൻ പറ്റും. അതായിരിക്കും അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടുപേർക്ക് മ്യൂച്വലി അതൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നമ്മളിപ്പോ ഒരു സ്നാക്സ് കൊടുക്കുന്നത് ചൂടോടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഡെലിവറി സിസ്റ്റം നമുക്ക് ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിലിപ്പോ മെയിൻലി ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒരു ഡെലിവറി ആപ്ലിക്കേഷൻ ആണ്. അതിലും നമ്മൾ കൊടുക്കുന്നത് ഈ ചൂടോടെയാണ്. പക്ഷെ നമ്മുടെ ഒരു ഡെലിവറി സിസ്റ്റം വെച്ചിട്ട് ഓരോ റൂട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്, ഓരോ സോൺസ് ആയിട്ട്. ഇപ്പൊ കാക്കനാട് ഒരു സോണാണ്, പനമ്പള്ളി നഗർ ഒരു സോൺ ആയിരിക്കും ഫോർ എക്സാമ്പിൾ. അപ്പൊ ഇതിൽ 10th ഹൗസ് ലൈക്ക് ഒരു 10 ഓർഡേഴ്സ് കൊണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 20 ഓർഡേഴ്സ് 30 ഓർഡേഴ്സ് കൊണ്ടിട്ടായിരിക്കും ഒരു ഡെലിവറി പാർട്ണർ പോകുന്നത്. അത് അറ്റത്ത് ഏറ്റവും അവസാനത്തെ വീട്ടിലെത്തുമ്പോൾ അതിനൊരു ചെറിയൊരു ഹീറ്റ് ഡെസിപ്പേഷൻ വന്നിട്ട് ഫുഡ് കൂൾ ഡൗൺ ആവാൻ സാധ്യത ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ ടാക്കിൾ ചെയ്യാനായിട്ട് ഞങ്ങൾ പല ഒരു ഡെലിവറി ഫസ്റ്റ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഡെലിവറി തന്നെയാണ്. അപ്പൊ അത് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ഡെലിവറി പാർട്ട്നേഴ്സിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അവർ ട്രൈ ചെയ്തു, ബട്ട് പലരും ഫെയിൽ ആയിട്ടുണ്ട്. കാരണം 3 നേരമാണ് ഡെലിവറി. അപ്പൊ അത് കൃത്യമായിട്ട് എത്തിക്കണം. റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു ജോബാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങള് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും സ്റ്റാർട്ടപ്സ് ആയിട്ടുള്ളവര് ഞങ്ങളായിട്ട് വന്നിട്ട് നമ്മുടെ ഒരു രീതിയിൽ അവരുടെ ഒരു ഇത് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ, സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരാം ഒരു 3000 to 4000 ഓർഡേഴ്സ് എന്തായാലും ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് നമുക്ക് കസ്റ്റമർ ബേസ് ഉണ്ട്. എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പലരും നമുക്ക് ഇപ്പോഴും ഡെലിവറി ചെയ്യാൻ പറ്റാത്ത കളമശ്ശേരി, ആലുവ ആ ഭാഗത്തു നിന്ന് വരെ വിളിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും, ഇവിടെ ഒരു ഔട്ട്ലെറ്റ് എങ്കിലും തുടങ്ങിക്കൂടെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ പറഞ്ഞ സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് അപ്പുറത്തേക്കാണ് ഈ പറഞ്ഞ 3000 ഓർഡേഴ്സ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടീം ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങളുമായി കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണോ ഉള്ളത്? തീർച്ചയായിട്ടും അതെ. ഒരു ഇതേപോലത്തെ ഒരു സ്റ്റാർട്ടപ്പോ ആരോ ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി ആണെങ്കിൽ പോലും നമുക്ക് ഒരു ഗ്യാരണ്ടി തരാം, മിനിമം ഇത്ര റവന്യൂ ആ കമ്പനിക്ക് കിട്ടുന്നുള്ള നമുക്കൊരു റവന്യൂ ലൈക്ക് ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്വിഗ്ഗി സൊമാറ്റോ ത്രൂ 750-1000 ഓർഡർ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ഷോട്ട് വരെ ഒരു 3000 to 4000 ഓർഡേഴ്സ് നമുക്ക് ഡയറക്ട്ലി ഇവരുടെ ത്രൂ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കസ്റ്റമർ ബേസ് അത്ര സ്ട്രോങ് ആണ്. ഡയറക്ട്ലി നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, നിങ്ങളുടെ അടുത്തുനിന്ന് സാധനം. അതാണ്, അതായത് അതായത് ഒരു പെർ ടൈം ഒരു ഓർഡറെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ആ ഓർഡർ അതിന്റെ ഒരു ക്വാളിറ്റിയിൽ അതേ സ്പീഡിൽ എത്തിക്കാൻ പറ്റണം. സ്പീഡ് ഓഫ് ഡെലിവറി അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് ഒരു ഡിസ്റ്റൻസോ എല്ലാം ഒരു ടാക്കിളിങ് ഇതാണ്. അത് ഏതൊരു ഇതിനകത്തും ടാക്കിളിങ് ആണ്. അത് ഉപരി ഏതെങ്കിലും ടെക്നോളജി ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭം ഉണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ ഭയങ്കര ഓപ്പൺ ആണ്. ലൈക്ക് വി ആർ ഓപ്പൺ ടു ദാറ്റ്. നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കടവന്ത്ര മെയിൻ ഔട്ട്ലെറ്റിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്നത് 100 ഓർഡേഴ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് എക്സ്പൊണൻഷ്യലി ഇങ്ങനെ കൂടുമായിരുന്നു. ആൾക്കാരുടെ റിക്വയർമെന്റും കൂടിയെന്ന് മനസ്സിലായി നമ്മളൊരു സെക്കൻഡ് ഔട്ട്ലെറ്റ് MG റോഡിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോഴാണ് കാക്കനാട് സൈഡിലും ഇതേപോലെ ആൾക്കാർ നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി, നമുക്ക് ഇവിടെ ഈ ഇത്രയും ഡിസ്റ്റൻസിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ആ ഒരു ഇതിനകത്ത് നിന്ന് നമ്മൾ കാക്കനാട് 3rd ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു റവന്യൂടെ ഒരു 20 to 30% എന്ന് പറയുന്നത് നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിന്നാണ്. അതിൽ കൂടുതലും നമുക്ക് കേറ്ററിംഗ് ഇവന്റ്സ് ആണ്. അതിൽ 20-30% നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തന്നെ. റിമൈനിങ് ഒരു 5% നമുക്ക് ഡയറക്റ്റ് സെയിൽസ് ആണ്. ബാക്കി വരുന്ന ഹ്യൂജ് 70% നമുക്ക് കേറ്ററിംഗിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മെയിൻ റവന്യൂ വരുന്നത്. അത് ബൾക്ക് ഓർഡേഴ്സ് ആണ് അത് മെയിൻലി. അപ്പോൾ വലിയ ഫങ്ഷൻസ് ആയിരിക്കും, നിറയെ ആൾക്കാർ അറ്റൻഡ് ചെയ്യണ്ടാവും. അറൌണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമുക്ക് ഈവൻ 15,000 ആൾക്കാർ വരുന്ന ഒരു ഫംഗ്ഷൻ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബൾക്ക് ഇവന്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ മെയിൻ റവന്യൂ 70% കാറ്ററിംഗ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ബേസിക്കലി ക്ലൗഡ് കിച്ചൺ ഉണ്ട്, കാറ്ററിംഗ് ഉണ്ട്, ഈവന്റ് മാനേജ്മെന്റ് ഉണ്ട്. അതെ, ഇത്രയാണ് വെർട്ടിക്കൽസ് ഇപ്പോൾ കറന്റ് റൺ ചെയ്തോണ്ടിരിക്കുന്നത്. നിയറസ്റ്റ് എക്സ്പാൻഷൻസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെർട്ടിക്കൽസിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പൊ നമ്മള് കറന്റ്ലി പാക്ഡ് സ്നാക്സ്, അതായത് ചിപ്സ്, മിക്സ്ചർ, പക്കവട അങ്ങനെ പോലത്തെ ഐറ്റംസ്, കുറച്ച് സ്വീറ്റ്സ്, ജിലേബി, ലഡു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ വിത്തിൻ 2 months നമുക്ക് ദോശമാവ്, ഇഡ്ലി മാവ് അതുപോലെയുള്ള ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ ഒരു ചേരുവ, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഒക്കെ ഉണ്ട്. നമ്മളൊരു സാമ്പാർ പൊടി, സുകൃതം സ്പെഷ്യൽ സാമ്പാർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ ഒരു ഓണസദ്യ, UK നിൽക്കണ ഒരു വലിയൊരു ഗ്രൂപ്പിന് ഓണസദ്യ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ചെയ്യാനുള്ള
തയ്യാറെടുപ്പും കൂടെയാണ്. നമ്മളിപ്പോ ലാസ്റ്റ് വിഷു ഓണത്തിനൊക്കെ നമ്മൾ അറൌണ്ട് 25,000 ലിറ്റേഴ്സ് പായസമാണ് നമ്മൾ പാചകം ചെയ്തത്, മാനുഫാക്ചർ ചെയ്തത് കടവന്ത്ര യൂണിറ്റിൽ. ഈ എന്താ പറയണ കുറെ റീസെല്ലേഴ്സ് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഓൾമോസ്റ്റ് ഒരു 50% ആൾക്കാർ നമ്മുടെ പായസം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഓണത്തിന്, തിരുവോണത്തിന്. അപ്പോൾ നേരത്തെ പറഞ്ഞ 70% ഓഫ് റവന്യൂ വരുന്നതും കാറ്ററിംഗ് എന്നൊരു രീതിയിൽ നിന്നാണ്. സത്യം എന്റെ ലിമിറ്റേഷൻ തോന്നുന്നുട്ടോ, ലിമിറ്റഡ് അറിവ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ വിചാരിച്ചിരുന്ന കാറ്ററിംഗിന് ഈ പറഞ്ഞ അത്ര വലിയ സാധ്യത ഇല്ല എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. എത്രമാത്രം ഉണ്ട് കാറ്ററിംഗ് നിങ്ങളെ സംബന്ധിച്ച ബിസിനസിന്റെ 70% റവന്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ്. എത്രയാണ് അതിന്റെ ഒരു സ്കെയിൽ? ഈ കേറ്ററിംഗും ക്ലൗഡ് കിച്ചണും ഭയങ്കര ഡിഫറെന്റ്. ഈ പറഞ്ഞ ഈ കേറ്ററിംഗിൽ നമുക്കാണ് കൂടുതൽ നമ്മുടെ ഒരു ഇയറിൽ ഒരു റവന്യൂ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 70% റവന്യൂ നമ്മൾ ഈ കല്യാണങ്ങൾ, ഇവന്റ് മാനേജ്മെന്റ്, അങ്ങനത്തെ കല്യാണങ്ങൾ നിരന്തരം നടക്കണം, അതിന്റെ ഓരോ റിസപ്ഷനുകൾ എല്ലാം കൂടെയാണ് നമ്മുടെ ഈ 70% ഓഫ് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യണത്. അതിനകത്താണ് ഈ കേറ്ററിംഗും റെസ്റ്റോറന്റും തമ്മിൽ വ്യത്യാസവും വരുന്നത്. കേറ്ററിംഗ് കൂടുതൽ റവന്യൂ ജനറേഷനുമാണ്. ഈ കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നേരെ തിരിച്ച, കേറ്ററിംഗ് ചെയ്യണത് എളുപ്പമാണ്. റെസ്റ്റോറന്റ് എനിക്ക് ക്ലൗഡ് കിച്ചൺ ഹാൻഡിൽ ചെയ്യണത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. 70% അല്ലെങ്കിൽ 75% റവന്യൂ വരുന്നത് ഹ്യൂജ് വെഡിങ്സിലാണ് മെയിൻലി. ഫോർ എക്സാമ്പിൾ VIP വെഡിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് നടൻ കുഞ്ചന്റെ മോളുടെ വെഡിങ് ആയിരുന്നു. അത് നമ്മളാണ് ചെയ്തത്. അതിന് അന്ന് ഇവിടെ എന്തോ ഒരു ഫംഗ്ഷനും നടക്കുന്നുണ്ടായിരുന്നു. സോ എവറി ഫിലിം ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് എവറി വൺ വാസ് പ്രസന്റ് ഡ്യൂറിംഗ് ദ ട്രിപ്പ്. അറൌണ്ട് 5,000 ആൾക്കാർ പ്രസന്റ് ആയിരുന്നു. അതില് നമ്മുടെ മെയിൻ നടന്മാരെല്ലാരും, നടിമാരെല്ലാരും ഉണ്ടായിരുന്നു. നമുക്ക് പേഴ്സണലി ടെസ്റ്റിമോണിയൽസ് കിട്ടിയതാണ്. അന്ന് ആക്ടർ ജഗദീഷൊക്കെ എണീറ്റ് നിന്ന് ഉഗ്രൻ സദ്യ എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ നമുക്ക് മനസ്സിനൊരു കുളിര് തരുന്നൊരു ഡയറക്റ്റ് ടെസ്റ്റിമോണിയൽസ് ആണ് അതൊക്കെ. നെക്സ്റ്റ് അതുപോലെ ഉണ്ടായിരുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സണ്ണിന്റെ ഒരു ഇവന്റ് ആയിരുന്നു, റിസപ്ഷൻ ആയിരുന്നു. അതിന് VIPs ആയിട്ടുള്ള ഒരുപാട് പേര്, പൊളിറ്റിക്കൽ സെൻട്രൽ ഇതിൽ നിന്നുള്ളത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവരും വന്നിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത ആൾക്കാരാണ്, അങ്ങനെ റിവ്യൂ തന്നവരാണ്. കുഞ്ചന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ കിച്ചണിൽ മൊത്തം ഹാൻഡിൽ ചെയ്ത് കല്യാണത്തിനുള്ള ഭക്ഷണം മൊത്തം തയ്യാറാക്കി ഇവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി കുളിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അന്ന് ആ ചാക്കോളോസിലാണെന്ന് ഇവന്റ് നടക്കണം. ആ ചാക്കോളോസിൽ ഇവന്റ് നടന്ന് നമ്മള് ഈ ഓരോ റൂമായിട്ട് അവർ തിരിച്ചിരിക്കുക. VIP, VVIP, നോർമൽ ഗസ്റ്റിന് എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ഇതുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് അവിടെ നിന്ന് മമ്മൂട്ടിയോ അല്ലെങ്കിൽ ജഗദീഷോ ഇവരൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് തന്നെ ഒരു ലൈക്ക് അഭിമാന നിമിഷം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും പറയാനല്ലോ, ഗംഭീരം എന്നാണ്, ഈ ഒരു വാക്കാണ് അവരൊന്ന് ജഗദീഷ് എന്ന് പറഞ്ഞത് എണീറ്റ് നിന്നിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞു വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കാറ്ററിംഗിൽ തന്നെയാണ് മേജർ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പൊ എക്സ്പാൻഷന്റെ കാര്യം പറഞ്ഞല്ലോ, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇനി പറഞ്ഞ കുറെ അധികം എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്, കൂടുതൽ ഹയറിംഗ് പ്ലാനിങ്ങിലുണ്ടോ? കൂടുതൽ വർക്ക് ഫോഴ്സിനെ നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് പ്ലാൻസ്? ഇപ്പോ ഒരു ഔട്ട്ലെറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ ഒരെണ്ണം നമുക്കിപ്പോ പ്ലാൻ ചെയ്യുന്ന എടപ്പള്ളിയിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫ്രം ദ ബിഗിനിങ്, ഫ്രം A to Z ഹയറിംഗിന്റെ ആവശ്യം ഉണ്ടാവും. അതിൽ അവിടെ ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അവിടെ കുക്ക് ഷെഫുമാരായിരിക്കും, പാക്കിങ്ങിന് വേണ്ട ആൾക്കാർ വേണ്ടി വരും. അവിടെ നിന്ന് തന്നെ ഡെലിവറി നമുക്ക് പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെലിവറി സ്റ്റാഫ്സും വേണ്ടി വരും. അറൗണ്ട് ഒരു 40 to 50 ആൾക്കാർ ആ യൂണിറ്റിൽ വേണ്ടി വരും. കാരണം നമ്മുടെ മെയിൻ യൂണിറ്റിൽ അറൗണ്ട് 100 to 150 ആൾക്കാരുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ എക്സ്പോർട്ടിലേക്ക് നമ്മൾ ഉടനെ തന്നെ പോകുമ്പോഴത്തേക്കും മിനിമം നമ്മുടെ ഒരു ഇനീഷ്യൽ ഹയറിംഗ് തന്നെ ഒരു 300 to 400 അല്ലെങ്കിൽ ഒരു 400 to 600 എംപ്ലോയീസ് ആയിരിക്കും ഇനീഷ്യൽ ഹയറിംഗ്. വിത്തിൻ 6 months അത് നേരെ ചിലപ്പോൾ ഹയറിംഗ് പോണത് 2000 to 3000 എംപ്ലോയീസിനെ ആയിരിക്കും അപ്പൊ തന്നെ നമ്മൾ ഹയർ ചെയ്യേണ്ടത്. അതൊരു കമ്പനി ഫോമിലേക്ക് കംപ്ലീറ്റ്ലി മാറുക. ഓപ്പറേഷണൽ ഹെഡ് വേണം, മാനേജേഴ്സ് വേണം, സൂപ്പർവൈസേഴ്സ് വേണം, എക്സ്ട്രാ ഓരോ ആൾക്കാരിനും ഓരോ ലൈക്ക് ക്വാളിറ്റി ചെക്ക് വേണം. എല്ലാം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ഫോഴ്സ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ സംഭവിക്കുന്ന ഹയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 500 to 1000 എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യണം ആ സമയത്ത്. ബ്രാൻഡിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ബിസിനസ്? എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനിഷ്യലി ചെയ്തതും ഇപ്പം ചെയ്യാൻ ഇനി പ്ലാൻസിലുള്ളത്? വിത്തൗട്ട് ബ്രാൻഡിങ് ദർ ഇസ് നോ ബിസിനസ്, ടു ബി ഓണസ്റ്റ്. അതായത് നമ്മൾ ബ്രാൻഡ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ കാണിച്ചാൽ മാത്രമേ അത് ആൾക്കാർക്ക് അത് പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലാണ് ആളത് ഒരു കൺസ്യൂമർ അത് മേടിക്കത്തുള്ളൂ. അതാണ് ഈ ബ്രാൻഡിങ്ങിന്റെ ഗുണം.
അതായത് വിത്തൗട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ഇത്ര പെർസെന്റ് നമ്മൾ ഇനീഷ്യലി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റവന്യൂടെ ഒരു 25% എങ്കിലും നമ്മൾ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണണം. അതാണ് ഇനീഷ്യലി നമ്മളൊരു കമ്പനി ഒരു ബ്രാൻഡിങ്ങിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ അതൊരു ഫ്യൂച്ചർ ഒരു 2-3 years കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 25% വേണ്ടി വരില്ലായിരിക്കും. അത് നമ്മൾ നേരെ ഒരു 15 to 18% അത്രയും നമ്മളത് എന്തായാലും ബ്രാൻഡ് നെയിം ആവും. ആ സമയത്ത് നമുക്ക് ഒരു 15 to 20 അല്ലെങ്കിൽ ഒരു 10 to 15% മാത്രം നമ്മൾ ഈ മാർക്കറ്റ് ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ എക്സ്പെൻഡിച്ചർ വെച്ചാൽ മതി ഈ ടോട്ടൽ റവന്യൂ. ഒരു 25% നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടി മാറ്റി വെച്ചാൽ എത്രമാത്രം ഷിഫ്റ്റ് ഉണ്ടാവും ബിസിനസ്? നമുക്ക് ഇപ്പൊ 25% നമുക്ക് യൂഷ്വലി വന്നുകൊണ്ടിരുന്ന വിത്തൗട്ട് 0% ബ്രാൻഡിംഗിൽ നമുക്ക് ഒരു 70% ആണ് നമ്മുടെ റവന്യൂ ജനറേഷൻ നടന്നുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഈ 25% ബ്രാൻഡിങ് നമ്മൾ അല്ലെങ്കിൽ 25% എക്സ്പെൻഡിച്ചർ ഇസ് ഫോർ മാർക്കറ്റിംഗ് ഓർ ബ്രാൻഡിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് റവന്യൂവിനെ മാറിയിരിക്കുന്നത് ഏകദേശം ഒരു 40 to 50 അല്ലെങ്കിൽ 60% റവന്യൂ ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അതാണ് ഈ ഒരു പവർ ഓഫ് ബ്രാൻഡിങ്. അല്ലെങ്കിൽ ഒരു വിത്തൗട്ട് ബ്രാൻഡിങ് ദർ ഇസ് നോ company is going to exist. Thank you so much for spending your time with us. Okay, Thank you.